ഉഷാറായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലെ. പക്ഷെ എന്നോട് നിങ്ങൾ പറയുന്നുണ്ടാകും മിസ്സേ അടിപൊളിയൊന്നും അല്ല, ഇവിടെ ക്രിസ്മസ് എക്സാം എത്താനായി എന്നിട്ടും മനുഷ്യൻ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കാന്ന് അല്ലെ. പക്ഷെ നിങ്ങളുടെ ടെൻഷനൊക്കെ മാറ്റാനാണ് മിസ് അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, A+ ആണ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് എങ്കിൽ അത് ഉറപ്പിക്കാനുള്ള വീഡിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും പ്രശ്നം ഇതാണ് അല്ലെ. നമ്മൾ ഏത് ലെവലിലുള്ളതാണെങ്കിലും ഏത് ടൈപ്പ് കാറ്റഗറിയിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് ചിലർക്ക് ഫുൾ മാർക്ക് ഉണ്ടാകും, ചിലർക്ക് അത്ര മാർക്ക് ഉണ്ടാവില്ല, ചിലർ B+ ആയിരിക്കും, ചിലർ D+ ആയിരിക്കും. ഏത് ലെവലിലാണെങ്കിൽ കൂടെയും നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്കൊരു മാർക്ക് കിട്ടും. അത് 100% എഫേർട്ടിനനുസരിച്ചുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുന്നു, അതിനുള്ള റിസൾട്ട് എത്രയാണോ അത് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള ഹാർഡ് വർക്ക് നിങ്ങളാണ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ബെസ്റ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഒക്കെ A+ ഉറപ്പിക്കാൻ, ബയോളജി ഫുൾ മാർക്ക് സെറ്റ് ആക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ തീർച്ചയായും കാണേണ്ടതും പഠിക്കേണ്ടതുമായ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ മക്കളും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ബയോളജി 40ൽ 40 നമ്മൾ വാങ്ങിയിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. Skin and mucous membrane which cover and protect the body destroy germs also. അതായത് പ്രസ്താവന തന്നിട്ടുള്ളത് ഇതാണ്: ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ത്വക്കും ശ്ലേഷ്മസ്തരവും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഓരോന്നും രോഗാണുക്കളെ നശിപ്പിക്കുന്നത് എങ്ങനെ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് അല്ലെ. ബോഡി കവറിങ്സും ബോഡി മെംബ്രെയിൻസും ഒക്കെ പഠിച്ചതാണ്. അതിൽ ത്വക്കിന്റെ കാര്യവും നമ്മൾ പഠിച്ചതാണ്. അപ്പം ത്വക്കിലെ സ്കിന്നും മ്യൂക്കസ് മെംബ്രെയിൻ ഒക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചു. ഇതെങ്ങനെ നമ്മളെ സഹായിക്കുന്നു, എങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാണ്. സ്കിൻ പ്രിവെന്റ് germs by keratin, sebum, sweat produced by epidermis. അല്ലെ, നമ്മുടെ എപ്പിഡെർമിസിലുള്ള നമ്മുടെ ത്വക്കിലെ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കെരാറ്റിനും സെബവും വിയർപ്പ് രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്ലേഷ്മസ്തരവും നമ്മൾ എന്ത് ചെയ്യുന്നു, രോഗാണുക്കളെ അവിടെ ശ്ലേഷ്മത്തിൽ കൊണ്ട് എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നു. നമ്മുടെ മൂക്കിലൊക്കെ ആണെങ്കിലും രോഗാണുക്കൾ ഉള്ളിലേക്ക് കിടക്കാതിരിക്കാൻ നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന ആരാണ്, നമ്മളെ ശ്ലേഷ്മസ്തരമാണ്. മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് ആണ്. അപ്പൊ അത് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. ഇനി അടുത്ത് നോക്കാം. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ്? നോക്കി വെച്ചോ, ഈ ചോദ്യം നിങ്ങളെ സ്ഥിരമായിട്ട് കുഴപ്പിക്കാൻ വരുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഡസ് ദ ഫിഗർ ഇൻഡിക്കേറ്റ്? വിച്ച് ന്യൂക്ലിക് ആസിഡ് ഡസ് ഇറ്റ് ബിലോങ് ടു? വൈ? ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് ഏത് ന്യൂക്ലിക് ആസിഡിന്റെ ഭാഗമാണ്? നിങ്ങൾ പൊതുവെ 6ാമത്തെ 7ാമത്തെ ചാപ്റ്റർ ഓടി പഠിച്ചു തീർക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവാതെയും വരാം, ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാതെയും വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുവാണ്, നല്ലോണം ഫോക്കസ് ചെയ്യണം. വരുന്ന മാർക്ക് നിങ്ങളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഈ 6ാമത്തെ 7ാമത്തെ ചാപ്റ്റർ. ആരിലും നമ്മുടെ ജെനറ്റിക്സ് പഠിക്കുകയാണെങ്കിലും 7ാമത്തേത് നമ്മുടെ ന്യൂക്ലിക് ആസിഡ്സും ബാക്കി പ്രോട്ടീൻ സിന്തസിസും ഒക്കെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഈ തന്നിട്ടുള്ളത് എന്താണ് മക്കളെ? നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം? ഒരു ഷുഗർ കാണാൻ പറ്റും അല്ലെ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണാം, ഒരു തൈമിൻ ഗ്രൂപ്പും കാണാം അല്ലെ, നൈട്രജൻ ബേസും കാണാം. ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്നതാണ് തൈമിൻ ന്യൂക്ലിയോടൈഡ്. തൈമിൻ ന്യൂക്ലിയോടൈഡ്, ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഷുഗർ ഉണ്ടാകും, ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാകും, ഒരു നൈട്രജൻ ബേസ് ഉണ്ടാകും. ഇവിടെ കൊടുത്തിട്ടുള്ള നൈട്രജൻ ബേസ് തൈമിൻ ആയതുകൊണ്ട് നമുക്ക് പറയാം ഇത് തൈമിൻ നൈട്രജൻ ബേസ് ആണ്, അല്ലെങ്കിൽ തൈമിൻ ന്യൂക്ലിയോടൈഡ് ആണ് എന്ന് നമുക്ക് പറയാം. 2ാമത്തെ ചോദ്യം എന്താ? വിച്ച് ന്യൂക്ലിക് ആസിഡ് ഡസ് ഇറ്റ് ബിലോങ്? ന്യൂക്ലിക് ആസിഡ് നമ്മൾ DNA RNA പഠിക്കുന്നുണ്ട്. തൈമിൻ ഉള്ളത് ആരിലാണ്? നമ്മുടെ DNA-യിലാണ്. DNA-യിലാണ് നമുക്ക് ഏതൊക്കെയുള്ളത്? അഡിനിൻ ഉണ്ട് അല്ലെ, അഡിനിൻ ഉണ്ട്, പിന്നെ തൈമിൻ ഉണ്ട്, അതുപോലെ തന്നെ ഗ്വാനിൻ ഉണ്ട്, പിന്നെ ആരുണ്ട്? സൈറ്റോസിൻ ഉണ്ട്. ഇത്രയും നൈട്രജൻ ബേസ് നമ്മൾ കാണുന്നത് എവിടെയാണ്? DNA-യിലാണ്. RNA ആണെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ തൈമിന് പകരം ആരുണ്ടാകും? യുറാസിലാണ് ഉണ്ടാവുക. RNA-യിൽ നമുക്ക് ഉണ്ടാവുക യുറാസിലാണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ DNA ആണ് ഇത് തൈമിൻ കാണുന്നതുകൊണ്ട് നമുക്ക് പറയാം ഈ കൊടുത്തിരിക്കുന്ന ന്യൂക്ലിക് ആസിഡ് ഏതാണ്? DNA ആണ്, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. പോസിബിലിറ്റി ഓഫ് ദ ബർത്ത് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ചൈൽഡ് ഈസ് ഈക്വൽ. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? വൈ? ആൺകുഞ്ഞും പെൺകുഞ്ഞും ജനിക്കാനുള്ള സാധ്യത തുല്യമാണ്. നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഇങ്ങനെ ചോദ്യങ്ങൾ വരും. എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? നമ്മൾ പഠിക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചാർട്ട് വെച്ച് പഠിക്കുന്നുണ്ട്. സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എക്സും ഒരു വൈയും ഉണ്ട്. ഈ എക്സും ഫോം ചെയ്ത ഒരു ഗേൾ ഉണ്ടാകാം. ഈ എക്സും വൈയും ഫോം ചെയ്താൽ എന്തുണ്ടാകാം? ഒരു
മെയിൽ ഉണ്ടാകാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു എക്സ്, രണ്ടും സെയിം ഗാമേറ്റ് ആയതുകൊണ്ട് ഒരു എക്സ് നമുക്ക് എടുത്താൽ മതി. അപ്പൊ ഒരു ഗാമേറ്റും ഇവിടെ രണ്ട് ഗാമേറ്റും കൺസിഡർ ചെയ്യുമ്പോൾ എക്സും എക്സ് ആവാനും എക്സും വൈ ആകാനുമുള്ള ചാൻസ് 50% ആണ്. അപ്പോൾ ഒരു ആൺകുഞ്ഞ് ജനിക്കാനും ഒരു പെൺകുഞ്ഞ് ജനിക്കാനും 1% ചാൻസ് ഉള്ളത്. സോ XY chromosome of father determine whether the child is male or female. Child with XX chromosome is female, one with XY sex chromosome is male. എക്സും എക്സും ആണെങ്കിൽ ഫീമെയിൽ ആണ്, എക്സും വൈയും ആണെങ്കിലാണ് മെയിൽ വരിക. അപ്പൊ അവിടെയുള്ളത് 50% ചാൻസ് ആണ് ആൺകുഞ്ഞ് ജനിക്കാനും പെൺകുഞ്ഞ് ജനിക്കാനും. അപ്പം കുട്ടി ആണാകുന്നതോ പെണ്ണാകുന്നതോ നിർണ്ണയിക്കുന്നത് ഏതാണ്? XY ക്രോമസോമുകളാണ്. പുരുഷനിലുള്ള XY ക്രോമസോമുകളാണ്. തിരിഞ്ഞോ? അപ്പം ഏത് ചാൻസ് ആണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് ടെക്സ്റ്റിലുള്ളത് അതേപടി തന്നെ വരച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടും. അടുത്ത നമ്മുടെ സോൾജേഴ്സ് ഓഫ് ഡിഫൻസിൽ നിന്നാണ്. ഗിവൻ ബിലോ ഇസ് an equipment used for disease diagnosis. Identify the equipment. What is its use? എന്താണ് അതിന്റെ ഉപയോഗം? Name another equipment that works on same principle. ഈ ഉപകരണത്തിന്റെ പേരെന്ത്? ഇതിന്റെ ഉപയോഗം എന്ത്? ഇതേ തത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണത്തിന്റെ പേരെന്ത്? മക്കളെ, ഇതേതാണ് ഉപകരണം? ഇതേതാണ് ഉപകരണം? നമ്മൾ രണ്ട് പ്രധാന ഉപകരണങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഏതാണ് തന്നിട്ടുള്ള ഫിഗർ ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അല്ലെ, ഈ സാധനം യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ECG ആണ് ഈ തന്നിട്ടുള്ളത്. ECG നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഹാർട്ട് മസിൽ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ടു റെക്കോർഡ് ഇലക്ട്രിക് വേവ്സ് ഇൻ ഹാർട്ട് മസിൽ. ഹൃദയ പേശിയിലുള്ള വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനാണ് നമുക്ക് ECG ഉള്ളത്. ഇതേ തത്വത്തിൽ പ്രവർത്തിക്കുന്ന, ഇതേ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു സാധനം കൂടിയുണ്ട്. അതാണ് നമ്മുടെ EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്ന് പറയുന്നത്. സോ EEG ആണെങ്കിലും ECG ആണെങ്കിലും ഇതുപോലെ തന്നിട്ട് ക്വസ്റ്റ്യൻ വരാം. അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾ, നമ്മുടെ ഇലക്ട്രിക് വേവ്സ് മനസ്സിലാക്കി എടുക്കാനാണ്. അത് ഹാർട്ടിലേതാണെങ്കിൽ ECG ആണ്, ബ്രെയിനിന്റെ ആണെങ്കിൽ അത് EEG ആണ്. അപ്പൊ പഠിക്കണേ, നിർബന്ധമായിട്ടും പഠിക്കാം. അടുത്ത് നോക്കുക. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് റൈറ്റ് ദ ഫംഗ്ഷൻ. ചിത്രം നിരീക്ഷിച്ച് വെളുത്ത രക്താണുക്കളുടെ പേരെഴുതി അവയുടെ ധർമ്മങ്ങൾ എഴുതുക. മക്കളെ, ഇവിടെ ഒരൊറ്റ സിംഗിൾ ന്യൂക്ലിയസ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന കാണാം. ഇതാരാണ്? അത് കാണുമ്പോൾ തന്നെ നമ്മൾ മോണോ, ഒരൊറ്റ ന്യൂക്ലിയസ് കാണുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ A എന്ന് പറയുന്നത് ഏതാണ്? A എന്ന് പറയുന്നത് മോണോസൈറ്റ് ആണ്. A എന്ന് പറയുന്നത് മോണോസൈറ്റ് ആണ്. ഇനി B എന്ന് പറയുന്നത് ഏതാണ്? രണ്ടെണ്ണം നമുക്ക് കാണാം. നമ്മൾ B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും പഠിച്ചതാണ്. അപ്പൊ ബിയിൽ പറയുന്നത് ആരെയാണ്? ലിംഫോസൈറ്റുകളെയാണ്. ലിംഫോസൈറ്റുകളാണ്. അപ്പൊ എന്താണ് ഇവരുടെ ഫംഗ്ഷൻ? മോണോസൈറ്റിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജേം, ഫാഗോസൈറ്റോസിസ് നടത്തുന്ന ആളാണ് ആര്? നമ്മുടെ മോണോസൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇവരെന്ത് ചെയ്യുന്നു? ഫാഗോസൈറ്റോസിസ് നടത്തുന്നുണ്ട്. ഫാഗോസൈറ്റ് ആണ് മോണോസൈറ്റ്, ഒരു ഫാഗോസൈറ്റ് ആണ്. ഇനി ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ, ഡിസ്ട്രോയ് ജേം സ്പെസിഫിക്കലി, പ്രത്യേക പ്രതിരോധം നടത്തുന്നു. പ്രത്യേക പ്രതിരോധം, ഒരു രോഗാണുവിനെ കണ്ടെത്തി അതിനെ നശിപ്പിക്കുന്നു. പ്രത്യേക പ്രതിരോധം നടത്താനുള്ള കഴിവ് ആർക്കുണ്ട്? ലിംഫോസൈറ്റിനാണ്. അപ്പം എപ്പോഴും നിങ്ങൾ എല്ലാ ശ്വേതരക്താണുക്കളും പഠിച്ചു വെക്കണം. അതിന്റെ ധർമ്മം ആ ടേബിൾ മസ്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഇനി നോക്കാം, അടുത്ത സ്റ്റേജസ് തന്നിട്ടുണ്ട്. സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആർ ഗിവൻ ബിലോ. അറേഞ്ച് ദം ഇൻ സീക്വൻഷ്യൽ ഓർഡർ. പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയ നമ്മൾ പഠിക്കുന്നുണ്ട്. ന്യൂക്ലിയസിൽ നിന്ന് എന്തുണ്ടാവുന്നു? RNA ഉണ്ടാവുന്നു. അത് ട്രാൻസ്ഫർ ചെയ്ത് സൈറ്റോപ്ലാസ്റ്റിൽ വരുന്നു. അവിടെ റൈബോസോം ഉണ്ട്. റൈബോസോമിലൂടെ അമിനോ ആസിഡിനെ കൊണ്ട് tRNA വരുന്നു. അതിനെ ജോയിൻ ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാക്കും. ഇതിന്റെ സ്റ്റെപ്പാണ് തന്നിട്ടുള്ളത്. അതിനെ നമുക്ക് ഓർഡർ ആക്കണം. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രോട്ടീൻ സിന്തസൈസ്ഡ്. അതാണോ ആദ്യം വരിക? അല്ല. ആദ്യം എന്താ വരുന്നത്? mRNA ഫോംസ് ഫ്രം DNA. DNAയിൽ നിന്ന്, ന്യൂക്ലിയസിൽ നിന്ന് എന്തുണ്ടാവുന്നു? mRNA, മെസഞ്ചർ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ മെസഞ്ചർ RNA രൂപപ്പെട്ടു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് പുറത്തെത്തുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അത് സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നു. mRNA റീച്ചസ് റൈബോസോം. mRNA റൈബോസോമിൽ എത്തുന്നു. കാരണം അവിടെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്ന അവിടെ ആയതുകൊണ്ട് mRNA റൈബോസോമിൽ എത്തും. അതേസമയം tRNA എന്ത് ചെയ്യും? അമിനോ ആസിഡിനെയും കൊണ്ട് റൈബോസോമിലേക്ക് എത്തും. അപ്പൊ tRNA വിവിധ തരം അമിനോ ആസിഡുകൾ ഇങ്ങനെ ക്യാരി ചെയ്ത് നമ്മുടെ റൈബോസോമിലേക്ക് എത്തും. എന്നിട്ടോ ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ mRNA ആഡിങ് അമിനോ ആസിഡ്. mRNA കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് tRNA അമിനോ ആസിഡ് കൊടുക്കുകയും അവിടെ റൈബോസോമിൽ അമിനോ ആസിഡ് ഇങ്ങനെ ചേർത്ത് പ്രോട്ടീനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ എന്തുണ്ടാകും? റൈബോസോം ഉണ്ടാകും. അതിലേക്ക് tRNA എന്ത് ചെയ്യും?
ഓക്കെ, ഇതാണ് നമ്മുടെ റൈബോസോം എങ്കിൽ ഇവിടെ mRNA ഉണ്ടാകും. ആ mRNA കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ TRNA എന്ത് ചെയ്യും? അമിനോ ആസിഡിനെ കൊടുക്കും. അപ്പം ഇവിടെ വെച്ചിട്ട് അമിനോ ആസിഡിനെ ചേർത്ത് എന്താക്കും? പ്രോട്ടീൻ ആക്കി മാറ്റും. ക്ലിയർ? അപ്പൊ ഇതിന്റെ ഓർഡർ നിങ്ങൾ പഠിക്കുക. എന്നിട്ടോ mRNA കൊടുക്കുന്ന സന്ദേശം അനുസരിച്ച് റൈബോസോം പ്രോട്ടീനെ ഉണ്ടാക്കും. ലാസ്റ്റ് പ്രോട്ടീനെ സിന്തസൈസ്ഡ്, അങ്ങനെ പ്രോട്ടീന് ഉണ്ടാക്കിയെടുക്കപ്പെടുന്നു. ഇതിന്റെ ഓർഡർ പല തവണ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ ഈ സ്റ്റെപ്പ് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഡിസീസ് കോസ്ഡ് ബൈ പാത്തജൻ വിച്ച് മൾട്ടിപ്ലൈ ബൈ ടേക്കിംഗ് കൺട്രോൾ ഓവർ ദ ജനറ്റിക് മെക്കാനിസം. നമ്മള് എയ്ഡ്സ് പഠിച്ചതാണ്. എയ്ഡ്സിൽ വൈറസ് എന്ത് ചെയ്യുന്നു? ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ കൺട്രോൾ ഏറ്റെടുത്തെടുക്കുന്നു അല്ലെ, ഇമ്മ്യൂൺ സിസ്റ്റത്തെ തകരാറിലാക്കുന്നു. സോ ആരാണ് ഇവിടുത്തെ രോഗം? എയ്ഡ്സ് ആണ് ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട് ഫംഗസ് ആണ്, തെങ്ങിന്റെ കൂമ്പുചീൽ ഫംഗസ് ആണ് എങ്കിൽ മൊസൈക് ഡിസീസ് ഇൻ ടൊപ്പിയോക്ക, മരച്ചീനിലെ മൊസൈക് ആരാണ്? അത് മറ്റാരുമല്ല, നമ്മുടെ വൈറസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നാച്ചുറൽ വെക്ടർ ഓഫ് നിപ്പ വൈറസ്? തുടരെ ചോദിച്ചിട്ടുള്ളതാണ്. നിപ്പ വൈറസിന്റെ നാച്ചുറൽ വെക്ടർ ആരാണ്? നമ്മുടെ റാറ്റ്, വവ്വാലാണ്. ഇനി ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹീമോഫീലിയ. ഹീമോഫീലിയ നമ്മൾ പറഞ്ഞു ബ്ലീഡേഴ്സ് ഡിസീസ് ആണ് അല്ലെ. ചേഞ്ചസ് ഒക്കെ സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിന്റെ ഘടന മാറ്റമാവുന്നു, അതാണോ? അല്ല. ഡിഫക്റ്റ് ഇൻ പ്രോട്ടീൻ ദാറ്റ് ഹെൽപ് ടു ബ്ലഡ് കയാഗുലേഷൻ, അത് ശരിയാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ തകരാറിലാവുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഹീമോഫീലിയ വരുന്നത്. ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയുന്ന, അല്ലാതെ സിക്കൽ സെൽ അനീമിയാണ്. എക്സസീവ് ബ്ലീഡിങ് അല്ലെ, ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തസ്രാവം ഉണ്ടാവുന്നത് ഹീമോഫീലിയന്റെ ഒരു ലക്ഷണമാണ്. അടുത്ത നോക്കാം, ഐഡന്റിഫൈ ദ വേർഡ് പെയർ. മലേറിയയുടെ രോഗാണു പ്ലാസ്മോഡിയം ആണ്. ട്യൂബർക്യുലോസിന്റേതോ? മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് അല്ലെ, മൈക്കോബാക്ടീരിയം ആണ്. ഇനി ഗ്ലൂക്കോസിന്റെ കൺട്രോളിംഗ് ഹോർമോൺ ആണ് ഗ്ലൂക്കോഗോൺ എങ്കിൽ കാൽഷ്യത്തിന്റേതാണ് എന്ത്? പാരാത്തോർമോൺ. അപ്പൊ ഹോർമോൺസ് പഠിക്കണം. 3ാമത്തെ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അനലൈസ് ദ ഫ്ലോ ചാർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻ ദ വൂണ്ട് സൈറ്റ്. നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗില് ഒരു ഫ്ലോ ചാർട്ട് ആണ് തന്നിട്ടുള്ളത്. ടിഷ്യൂസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ഇൻ ദ വൂണ്ട് സൈറ്റ് ആർ ഡീജനറേറ്റഡ്. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിക്കുന്നു. കലകളും പ്ലേറ്റ്ലെറ്റും എന്ത് ചെയ്തു? നശിച്ചു പോവാൻ തുടങ്ങി. അപ്പോഴോ അവിടെ ഒരു രാസാഗ്നി, അവിടെ ഒരു എൻസൈം ഉണ്ടാവുന്നുണ്ട്. ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട സെല്ലിൽ നിന്ന് ഒരു എൻസൈം ഉണ്ടാവുന്നത്. ഇത് എൻസൈമാന്ന് എഴുതണം. വിച്ച് വിറ്റാമിൻ ഈസ് യൂസ്ഡ്? ഇവിടെ യൂസ് ചെയ്യുന്ന വിറ്റാമിൻ ഏതാണ്? പ്രോത്രോമിനെ ത്രോംബിനാക്കാൻ ഉപയോഗിക്കുന്നത്. ഹൗ ഈസ് ബ്ലഡ് ക്ലോട്ട് ഫോർഡ്? എങ്ങനെ രക്തം കട്ട പിടിക്കുന്നത്? നമുക്കറിയാം ഡീജനറേറ്റ് ആയ സെല്ലിൽ നിന്നുണ്ടാകുന്ന എൻസൈമാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ കെ ആണ്. എങ്ങനെ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നു? എങ്ങനെയാണ്? പ്രോത്രോമിനെ ത്രോംബിനാക്കുന്നു. ത്രോംബിൻ എന്ത് ചെയ്യുന്നു? ഫൈബ്രിനോജനെ ഫൈബ്രിൻ നെറ്റ്വർക്കുകളാക്കുന്നു. ഫൈബ്രിന്റെ ചെറിയ ചെറിയ പല കണ്ണികൾ രൂപപ്പെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? രക്തത്തെ കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അപ്പം രക്തം കട്ട പിടിക്കൽ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ ചാർട്ട് തന്നിട്ട് ചോദിക്കാം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നിട്ട് ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റോങ് അണ്ടർലൈൻഡ് വേർഡ് ആൻഡ് കറക്റ്റ് ഇറ്റ്. ആന്ത്രാക്സ് ഒരു ഫംഗൽ ഡിസീസ് ആണ്. ഓക്കെ. ഡിഫ്തീരിയ ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ, അതും ശരിയാണ്. ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട് പ്ലാന്റ് ഇസ് ഡ്യൂ ടു വൈറസ് ആണോ? വൈറസ് ആണോ ബഡ് റൂട്ട് കോസ് ചെയ്യുന്നത്? അല്ല. ബഡ് റൂട്ട് കോസ് ചെയ്യുന്നത് ആരാണ്? ഫംഗസ് ഡിസീസ് ആണ്. തെങ്ങിന്റെ കൂമ്പുചെയൽ ഒരു ഫംഗൽ ഡിസീസ് ആണ്, ഒരു ഫംഗൽ രോഗമാണെന്ത്? ഫംഗസ് രോഗം. ഓക്കെ, കറക്റ്റ് ആണല്ലോ. യെസ്. ആന്ത്രാക്സ് എന്ന് പറയുന്ന ആന്ത്രാക്സ് രോഗം ഫംഗസ് അല്ല, ബാക്ടീരിയ ആണ്. ആന്ത്രാക്സ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. മാറ്റം എഴുതണേ, ബാക്ടീരിയൽ ഫംഗസും. While playing, Anjana get hurt and she was continuously bleeding. So parents took her to hospital doctors. അഞ്ജന കളിച്ചുകൊണ്ടിരുന്നപ്പോ എന്ത് സംഭവിച്ചു? കാലിൽ ചെറിയ മുറിവുണ്ടായി, അനിയന്ത്രിത രക്തസ്രാവം നടക്കുന്നു. ഇനി അവിടെ നോക്കുക, ഡോക്ടറുടെ കണ്ടെത്തൽ താഴെ കൊടുത്തിട്ടുണ്ട്. ജനറ്റിക് ഡിസീസ് വെർ ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട്. ഇതൊരു ജനിത രോഗമാണ്, രക്തം കട്ട പിടിക്കാത്ത രോഗമാണ് എന്ന് പറഞ്ഞു. അഞ്ജനയുടെ രോഗാവസ്ഥ ഇത്. ഈ രോഗാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനമുണ്ടോ? ഒരു ടെമ്പററി റിലീഫ് ഉണ്ടോ? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതേറെ ഡിസീസ് ആണ്, ഹീമോഫീലിയ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ ടെമ്പററി റിലീഫ് ചെയ്യാം? ഇൻജക്ടിങ് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ അല്ലെ, രക്തം കട്ട പിടിക്കുന്ന പ്രോട്ടീനെ ഇൻജക്ട് ചെയ്ത് വെച്ച് നമുക്ക് താൽക്കാലിക ശമനം ഉണ്ടാക്കാം.
ഈ ചോദ്യം പഠിച്ചു വെക്കണം. ഇതേ രീതിയിൽ സിക്കിൾ സെൽ അനീമിയ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ജീൻ തെറാപ്പി ഒക്കെ എഴുതാവുന്നതാണ്. സർട്ടൻ ഇൻഡിക്കേറ്റേഴ്സ് റിലേറ്റഡ് ടു ഡിസീസ് ആർ ഗിവൺ ബിലോ. ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ട് സൂചന തന്നിട്ടുണ്ട്. ആഷ് കളേർഡ് തിക് കോട്ടിംഗ് ഫോംസ് ഇൻ ദ ത്രോട്ട്. തൊണ്ടയിൽ എന്ത് ചെയ്യുന്നു? ചാര നിറമുള്ള ഒരു ആവരണം കാണാം. It is necessary to prevent the onset of waterborne disease in the flood affected part. അല്ലെ, ഡിഫ്തീരിയ രോഗാവസ്ഥയിൽ ചാര നിറത്തിലുള്ള ആവരണം കാണുന്നു. പ്രളയബാധിത പ്രദേശങ്ങൾ ജലജന്യ രോഗങ്ങളെ തടയേണ്ടത് അത്യാവശ്യമാണ് എന്നും പറയുന്നു. എങ്ങനെ നമുക്ക് തടയാം? നമ്മൾ പറഞ്ഞു ഈ ഒരു ആവരണം വരുന്നത് എന്തുകൊണ്ട്? അത് ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്നു. മ്യൂക്കസ് മെംബ്രേനെ ബാധിച്ച് അവിടുത്തെ മ്യൂക്കസ് സെല്ലിനെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് അവിടെ ആഷ് കളേർഡ് കോട്ടിംഗ് ഉണ്ടാകുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരും. നമുക്കത് ആപ്ലിക്കേഷൻ ലെവലിൽ ആൻസർ ചെയ്യാവുന്നതാണ്. എങ്ങനെ എഴുതാം? നമ്മൾ എന്ത് ചെയ്യണം? സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, ക്ലീൻ ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു പ്രളയബാധിത പ്രദേശം പറഞ്ഞാൽ അവിടെ പലതും ഉണ്ടാകാം, പല രോഗാണുക്കൾ ഉണ്ടാകും. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒക്കെ എന്ത് ചെയ്യുക? കൈ നല്ലോണം കഴുകുക. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. മിസ് ഈ പറഞ്ഞ പോലത്തെ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാം. അടുത്തത് അനലൈസ് ദ ഫോളോയിങ് സിംറ്റംസ്. ഫീവർ ഉണ്ട്, സോർ ത്രോട്ട്, സ്വെല്ലിംഗ് ഓഫ് ലിംഫ് ഗ്ലാൻഡ് ഇൻ നെക്ക്, പനിയുണ്ട്, തൊണ്ടവേദനയുണ്ട്, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികൾക്ക് വീക്കമുണ്ട്, ചാര നിറത്തിലുള്ള ആവരണം. ഏതാ രോഗം എന്ന് ക്ലിയർ ആയല്ലോ. പാത്തജൻ ഏതാണെന്ന് എഴുതണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഓക്കെ, അപ്പൊ ഇതിലെ രോഗാണു എന്ന് പറയുന്നത് ഡിഫ്തീരിയ ആണ് രോഗം. രോഗാണു എന്ന് പറയുന്നത് കൊറീനിയ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. എങ്ങനെ പകരുന്നു? ചുമ, തുമ്മൽ എന്നിവയിലൂടെ ഇത് പകരുന്നത് അല്ലെ. ത്രൂ കഫിംഗ് ആൻഡ് സ്നീസിംഗിലൂടെ, എയറിലൂടെ എന്ത് ചെയ്യും? ഈ രോഗം പകരും. ഇത് പകരാതിരിക്കാൻ എന്ത് ചെയ്യണം? സേഫ്, കീപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലെ. കീപ് ഡിസ്റ്റൻസ് ആണ്, അകലം പാലിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? യൂസ് മാസ്ക് ധരിക്കുക. ഓക്കെ, അപ്പൊ 3 മാർക്കിന്റെ ചോദ്യങ്ങളിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും വരാം. അപ്പൊ ആ രീതിയിലും കൂടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ. The health survey information set is depicted in the following. 4 മാർക്കിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ വരെ ഒരു ഗ്രാഫ് തന്നിട്ട് ആ പ്രദേശത്തെ രോഗങ്ങളെ പറ്റിയിട്ട്. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ, ത്രൂ ആനിമൽസ്, ത്രൂ വാട്ടർ, ത്രൂ എയർ തന്നിട്ടുണ്ട്. വിച്ച് ഡിസീസ് അഫക്റ്റഡ് ലെസ് പീപ്പിൾ, വിച്ച് ഡിസീസ് അഫക്റ്റഡ് മോർ പീപ്പിൾ, റൈറ്റ് ഇൻ 2 എക്സാമ്പിൾ ഫോർ ഡിസീസ് മെൻഷൻ ഇൻ 2 ഹെൽത്ത് ഹാബിറ്റ്. ഏറ്റവും കുറച്ച് ആളുകളെ ബാധിച്ച രോഗം ഏതാ? ജന്തുക്കളിലൂടെയുള്ള രോഗങ്ങളാണ് അല്ലെ. ഏറ്റവും അധികം ആളുകളെ ബാധിച്ചിട്ടുള്ളത് ഏതാ? ജീവിതശൈലി രോഗങ്ങളാണ്. നമ്മൾ പറയുന്ന ഡയബറ്റീസ്, ഫാറ്റി ലിവർ ഒക്കെ. ഈ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങൾക്ക് 2 ഉദാഹരണം എഴുതുക. ജന്തുക്കളിലൂടെ പകരുന്ന രോഗം എലിപ്പനി, റാറ്റ് ഫീവർ എഴുതാം. അതുപോലെ തന്നെ ഏതാ? നിപ്പ വൈറസ് എഴുതാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഏതാ? ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇപ്പൊ പറഞ്ഞ ഡയബറ്റീസ്, ഫാറ്റി ലിവർ എഴുതാവുന്നതാണ്. ഇനി ഇത്തരം രോഗങ്ങളെ ചെറുക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? അത് മിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീപ്പിംഗ് ഡിസ്റ്റൻസ്, യൂസിങ് ഫ്രഷ് വാട്ടർ ആൻഡ് ക്ലീൻ സറൗണ്ടിങ്സ്, പേഴ്സണൽ ഹൈജീൻ, ഇതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഴുതാവുന്നതാണ്. Based on the symptoms given, identify the disease, describe the cause of spread. രോഗപകർച്ചയ്ക്ക് കാരണവും പ്രതിരോധ മാർഗങ്ങളും എഴുതാനാണ്. ഇൻക്രീസ് എമൗണ്ട് ഓഫ് ബിലിറുബിൻ ഇൻ ബ്ലഡ്, യെല്ലോ കളർ ഇൻ വൈറ്റ് ഓഫ് ഐ. നമുക്കറിയാം ഇത് ഏതാണ് ഡിസീസ് എന്ന്. ഇത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ആണ് ഈ രോഗം എന്ന് പറയുന്നത്. പകരുന്നത് എങ്ങനെയാ? മലിനജലം, ആഹാരം, രക്തം, രോഗിയുടെ വിസർജ്യ വസ്തുക്കൾ വഴി, ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ബ്ലഡ് കമ്പോണൻസ്, എക്സ്ക്രീറ്റ് ഓഫ് പേഷ്യന്റ്. ഈ രീതിയിലാണ് പകരുന്നത്. എങ്ങനെ തടയാം? മേക്ക് ഷുവർ സറൗണ്ടിങ്സ് ആർ ഹൈജീൻ. ചുറ്റുപാടമുള്ളത് വൃത്തിയുള്ള പരിസരമാണെന്ന് ഉറപ്പുവരുത്തുക. യൂസ് ക്ലീൻ വാട്ടർ ആൻഡ് ഫുഡ്. വൃത്തിയുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വൃത്തിയുള്ള ജലവും ഉപയോഗിക്കുക. ഇതുവഴിയാണ് മഞ്ഞപ്പിത്തത്തെ നമുക്ക് തടയാൻ കഴിയുക. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എല്ലാ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസിന്റെ കുറെ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. A+ ഉറപ്പിക്കണമെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. മാക്സിമം PYQs കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തരികയാണ്. നോർമൽ RBC എന്തായി ഡിഫോംഡ് RBC ആയി ഈ തന്നിട്ടുള്ള ഫിഗർ ഐഡന്റിഫൈ ചെയ്ത് ഇത് ഏത് രോഗമാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ റീസൺ എന്താണെന്നും കൂടെ കമന്റ് ചെയ്യാമെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മിസ് ഷുവർ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ വീഡിയോ ഇഷ്ടമാണ്, ക്ലാസ് അടിപൊളിയാണ് എങ്കിൽ അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എന്നാലും മിസ്സിന് കാണാൻ പറ്റൂ. അപ്പൊ കാണാൻ മക്കളെ, വീണ്ടും ബൈ ബൈ, സീ യു.